PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 1 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ GK ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വീഡിയോ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. മുളവുകാട് ദ്വീപ്, പോഞ്ഞിക്കര അഥവാ ബോൾഗാട്ടി ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട് കേട്ടോ. മുളവുകാട് ദ്വീപ് അഥവാ പോഞ്ഞിക്കര ദ്വീപ് അഥവാ ബോൾഗാട്ടി ദ്വീപ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഏത് പേരിലാണ് ഏത് കായലിലാണ്? വേമ്പനാട് കേട്ടോ. അപ്പോൾ മുളവുകാവ് ദ്വീപ്, പോഞ്ഞിക്കര അഥവാ ബോൾഗാട്ടി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ കടപ്പുറം പാപനാശം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ കടപ്പുറം പാപനാശം. സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തി ദേശീയോദ്യാനം. സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തി ദേശീയോദ്യാനം. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഇടുക്കി അണക്കെട്ട്? ഇടുക്കി വന്യജീവി സങ്കേതം. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഇടുക്കി അണക്കെട്ട്? ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ കേട്ടോ. കശുമാവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. കശുമാവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഇനമേത്? ലാറ്ററൈറ്റ്. IPOയുടെ പൂർണ്ണരൂപം? ഇനീഷ്യൽ പബ്ലിക് ഓഫീസർ. IPOയുടെ പൂർണ്ണരൂപം ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ് കേട്ടോ. ഇനീഷ്യൽ പബ്ലിക് ഓഫർ. IPOയുടെ പൂർണ്ണരൂപം ഇനീഷ്യൽ പബ്ലിക് ഓഫർ. വിദേശ വിനിമയ നിരക്കിനെ ഗവൺമെൻറ് നിർണ്ണയിക്കുന്നതിനെ പറയുന്ന പേര് ഫിക്സഡ് വിനിമയ നിരക്ക്. വിദേശ വിനിമയ നിരക്കിനെ ഗവൺമെൻറ് നിർണ്ണയിക്കുന്നതിനെ പറയുന്ന പേര് ഫിക്സഡ് വിനിമയ നിരക്ക്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ വിനിമയ കറൻസി സ്പെഷ്യൽ ഡ്രായിങ് റൈറ്റ്സ് SDR. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ വിനിമയ കറൻസി സ്പെഷ്യൽ ഡ്രായിങ് റൈറ്റ്സ് SDR. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപവൽക്കരിച്ച ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപവൽക്കരിച്ച ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എക്സിം ബാങ്ക് സ്ഥാപിതമായ വർഷം 1982. എക്സിം ബാങ്ക് സ്ഥാപിതമായ വർഷം 1982. HDFC ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. HDFC ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്നത് ആൻവർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബെൽജിയത്തിൽ കേട്ടോ. അവിടെ ഉള്ളതാണ് കേട്ടോ. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്നത് ആൻവർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബെൽജിയം. സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ആരെയാണ് വിശേഷിപ്പിച്ചത്? ഡോക്ടർ MS സ്വാമിനാഥൻ. സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ആരെയാണ് വിശേഷിപ്പിച്ചത്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ KN രാജ് ഏത് നിലയിലാണ് പ്രസിദ്ധനായത്? എക്കണോമിക്സ്. ഡോക്ടർ KN രാജ് ഏത് നിലയിലാണ് പ്രസിദ്ധനായത്? എക്കണോമിക്സ്. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാര്? ആൽഫ്രഡ് മാർഷൽ. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാര്? ആൽഫ്രഡ് മാർഷൽ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുബന്ധങ്ങളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിലെ അനുബന്ധങ്ങളുടെ എണ്ണം 5. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരിപ്പിടങ്ങൾ ഏത് ആകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അർദ്ധവൃത്താകൃതിയിൽ കേട്ടോ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരിപ്പിടങ്ങൾ ഏത് ആകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അർദ്ധവൃത്താകൃതി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏത് വ്യക്തിയാണ് പിൽക്കാലത്ത് കേരള ഗവർണറായത്? അജിത് പ്രസാദ് ജെയിൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏത് വ്യക്തിയാണ് പിൽക്കാലത്ത് കേരള ഗവർണറായത്? അജിത് പ്രസാദ് ജെയിൻ.
മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗം ഹൻസ ജീവരാജ് മേത്ത. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗം ഹൻസ ജീവരാജ് മേത്ത. സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ അല്ലെങ്കിൽ ഭരണപരമായ നടപടികൾ ജുഡീഷ്യറിയുടെ അവലോകനത്തിന് വിധേയമാക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? നീതിന്യായ പുനരവലോകനം, ജുഡീഷ്യൽ റിവ്യൂ. സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ അല്ലെങ്കിൽ ഭരണപരമായ നടപടികൾ ജുഡീഷ്യറിയുടെ അവലോകനത്തിന് വിധേയമാക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ. ഗവർണർമാരെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? കാനഡ. ഗവർണർമാരെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? കാനഡ. ആമുഖത്തിൻ്റെ ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? USA. ആമുഖത്തിൻ്റെ ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? USA. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആര്? രാഷ്ട്രപതി. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷനായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അനുച്ഛേദം 64. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷനായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അനുച്ഛേദം 64. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതി. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക് മുൻപാകെയാണ്? രജിസ്ട്രാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക് മുൻപാകെയാണ്? രജിസ്ട്രാർ. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡയറക്ടർ. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡയറക്ടർ. സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നത് KS&SRൻ്റെ ഷെഡ്യൂളിലെ എത്രാമത്തെ ലിസ്റ്റിലാണ്? 2ാമത്തെ ലിസ്റ്റിൽ. സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നത് KS&SRൻ്റെ ഷെഡ്യൂളിലെ എത്രാമത്തെ ലിസ്റ്റിലാണ്? 2ാമത്തെ ലിസ്റ്റ്. കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതിന് ഏത് ക്ഷേമനിധി ബോർഡിൽ അംഗത്വം ഉണ്ടാവണം? കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതിന് ഏത് ക്ഷേമനിധി ബോർഡിൽ അംഗത്വം ഉണ്ടാവണം? കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരള ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത് MN ഗോവിന്ദൻ നായർ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത് MN ഗോവിന്ദൻ നായർ. കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം 4. കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം 4. ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറിബറി എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ബി, തൈമിൻ. ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറിബറി എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ബി, തൈമിൻ. വിറ്റാമിൻ ബിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് കേട്ടോ. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂനോട്ടിക് രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂനോട്ടിക് രോഗങ്ങൾ. അസ്ബറ്റോസുമായുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗം ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസുമായുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗം ആസ്ബറ്റോസിസ്. എബോള രോഗത്തിന് കാരണമായ രോഗാണു വൈറസ്. എബോള രോഗത്തിന് കാരണമായ രോഗാണു വൈറസ്.
സാന്തോപ്രോട്ടിക് ടെസ്റ്റ് ആഹാരത്തിലെ എന്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് സഹായിക്കുന്നത്? മാംസ്യം. സാന്തോപ്രോട്ടിക് ടെസ്റ്റ് ആഹാരത്തിലെ എന്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് സഹായിക്കുന്നത്? മാംസ്യം. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പാരോറ്റിഡ്. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പാരോറ്റിഡ്. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി പാരോറ്റിഡ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോണ് അഡ്രിനാലിൻ. നീളത്തിൻ്റെ അംഗീകൃത SI യൂണിറ്റ് മീറ്റർ. നീളത്തിൻ്റെ അംഗീകൃത SI യൂണിറ്റ് മീറ്റർ. ഇനി ഗാന്ധിജി പരാമർശിക്കപ്പെടുന്ന പുസ്തകങ്ങളും രചയിതാക്കളും എന്നുള്ള പട്ടികയിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ളത് എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്നെഴുതിയ ബുക്ക് എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള ബുക്ക് എഴുതിയത് DG ടെണ്ടുൽക്കർ. മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള ബുക്ക് എഴുതിയത് DG ടെണ്ടുൽക്കർ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്ര ഗുഹ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്ര ഗുഹ. ഗാന്ധി എ ലൈഫ് കൃഷ്ണ കൃപലാനി. ഗാന്ധി എ ലൈഫ് കൃഷ്ണ കൃപലാനി. ഗാന്ധി ദ മാൻ ഹിസ് പീപ്പിൾ ആൻഡ് ദ എംപയർ രാജ്മോഹൻ ഗാന്ധി. ഗാന്ധി ദ മാൻ ഹിസ് പീപ്പിൾ ആൻഡ് ദ എംപയർ രാജ്മോഹൻ ഗാന്ധി. ഗാന്ധി പ്രിസണർ ഓഫ് ഹോപ്പ് ജുഡിത്ത് M ബ്രൗൺ. ഗാന്ധി പ്രിസണർ ഓഫ് ഹോപ്പ് ജുഡിത്ത് M ബ്രൗൺ. ഗാന്ധീസ് പ്രിസണർ ഉമ ദുഫേലിയ മെസ്ത്രി. ഗാന്ധീസ് പ്രിസണർ ഉമ ദുഫേലിയ മെസ്ത്രി. ലെറ്റ്സ് കിൽ ഗാന്ധി എ ക്രോണിക്കിൾ ഓഫ് ഹിസ് ലാസ്റ്റ് ഡേയ്സ്. ദി കോൺസ്പിറൻസി മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ തുഷാർ എ ഗാന്ധി. ലെറ്റ്സ് കിൽ ഗാന്ധി എ ക്രോണിക്കിൾ ഓഫ് ഹിസ് ലാസ്റ്റ് ഡേയ്സ്. ദി കോൺസ്പിറസി മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ തുഷാർ എ ഗാന്ധി. വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ RK നാരായണൻ. വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ RK നാരായണൻ. ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി ലൂയി ഫിഷർ. ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി ലൂയി ഫിഷർ. വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി നാഥുറാം ഗോഡ്സെ. വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി നാഥുറാം ഗോഡ്സെ. ദ ഡോക്ടർ ആൻഡ് ദ സെയിൻറ്റ് ദ അംബേദ്കർ ഗാന്ധി ഡിബേറ്റ്സ് അരുന്ധതി റോയ്. ദ ഡോക്ടർ ആൻഡ് ദ സെയിൻറ്റ് ദ അംബേദ്കർ ഗാന്ധി ഡിബേറ്റ് അരുന്ധതി റോയ് എഴുതിയതാണ് കേട്ടോ. ഇനി വെള്ളച്ചാട്ടങ്ങൾ സംസ്ഥാനങ്ങൾ. വെള്ളച്ചാട്ടങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും. നുരനാൻഗ് അരുണാചൽ പ്രദേശ്. നുരനാൻഗ് അരുണാചൽ പ്രദേശ്. വാൻ തവാക് മിസോറാം. വാൻ തവാക് മിസോറാം. ഹുദ്രു ജാർഖണ്ഡ്. ഹുദ്രു ജാർഖണ്ഡ്. ചാന്ദ്വിക് ഹിമാചൽ പ്രദേശ്. ചാന്ദ്വിക് ഹിമാചൽ പ്രദേശ്. ചിത്രകോട്ട് ഛത്തീസ്ഗഡ്. ചിത്രകോട്ട് ഛത്തീസ്ഗഡ്. സെവൻ സിസ്റ്റേഴ്സ് മേഘാലയ. സെവൻ സിസ്റ്റേഴ്സ് മേഘാലയ. ലോധ് ജാർഖണ്ഡ്. ലോധ് ജാർഖണ്ഡ്. ഹൊഗനക്കൽ തമിഴ്നാട് കേട്ടോ. ഹൊഗനക്കൽ തമിഴ്നാട്. ജോഗ് കർണാടകം. ജോഗ് കർണാടകം. തിരാത്ഗഡ് ഛത്തീസ്ഗഡ്. തിരാത്ഗഡ് ഛത്തീസ്ഗഡ്. ദുവാന്തർ മധ്യപ്രദേശ്. ദുവാന്തർ മധ്യപ്രദേശ്. ദുദുമ ഒഡീഷ. ദുദുമ ഒഡീഷ. ദൂദ്സാഗർ ഗോവ. ദൂദ്സാഗർ ഗോവ.
അപ്പോൾ ഇത്രയും പോയിൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി പോയിൻറ്റുകൾ വീഡിയോ പാർട്ട് 3 കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്